അജയ്, അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇറാൻ പിടിച്ചെടുത്ത 2 ചരക്ക് കപ്പലുകളിൽ അതിൽ ഇന്ത്യക്കാരും ഉണ്ടെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇവരെ മോചിപ്പിക്കാനുള്ള എന്തെങ്കിലും നീക്കങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ടോ? നിലവിൽ ഈ കപ്പലുകൾ IRGCയുടെ കസ്റ്റഡിയിൽ തന്നെയാണ്. ഈ ഒരു കപ്പലുകൾക്ക് അമേരിക്കൻ ബന്ധവും അതുപോലെ തന്നെ ഇസ്രായേൽ ബന്ധമാണ് നമുക്ക് നേരിട്ട് സ്ഥിരീകരിക്കാനാകുന്നത്. ഈ 2 കപ്പലുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് MSC ഫ്രാൻസിസ്കയാണ്, ഒന്ന് എപ്പാമിനോഡസ് എന്ന് പറയുന്ന മറ്റൊരു കപ്പലാണ്. ഈ 2 കപ്പലുകളും ഇപ്പോഴും IRGCയുടെ പിടിയിൽ തന്നെയാണ്. അതിലെ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ തടവിലാക്കി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റ് എന്തെങ്കിലും തരത്തിൽ ഇവരെ മോചിപ്പിക്കണമെന്നുള്ള തരത്തിൽ മറ്റ് നെഗോസിയേഷൻസ് നടക്കുന്നുണ്ടോ എന്ന് വ്യക്തമല്ല. അണിയറയിൽ ചിലപ്പോൾ ചർച്ചകൾ ഉൾപ്പെടെ പുരോഗമിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും മേഖലയിൽ ഇന്ത്യയുടെ കപ്പലുകൾക്ക് സുരക്ഷിതമായിട്ടുള്ള ഒരു യാത്രയും അതുപോലെ തന്നെ ഇന്ത്യയുടെ നാവിക ഉദ്യോഗസ്ഥർക്ക് സുരക്ഷയും ഉറപ്പാക്കണമെന്ന് ഇന്ത്യ ഔദ്യോഗികമായി തന്നെ ഇറാനോട് ആവശ്യപ്പെട്ടിരുന്നു. മുൻപ് എങ്ങനെയാണോ ഇന്ത്യൻ കപ്പലുകളെ ഹോർമുസ് കടലിടുക്ക് വഴി ഇറാൻ കടത്തിവിട്ടത്, അതുപോലെ തന്നെ തുടർന്നും മുന്നോട്ട് പോകണം എന്നുള്ള ഒരു സന്ദേശം കൂടി ഇന്ത്യ പങ്കുവയ്ക്കുന്നുണ്ട്. ഇനി ലെബനനിലേക്ക് വരുമ്പോൾ അവിടെ ഇസ്രായേലും ലെബനനും തമ്മിലെ വെടിനിർത്തൽ 3 ആഴ്ചയിലേക്ക് കൂടി നീട്ടിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അവിടെ ഒരു മാധ്യമ പ്രവർത്തക അടക്കം കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിൽ എടുത്തു പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിസ്ബുള്ളയിൽ നിന്ന് ലെബനനെ രക്ഷിക്കാൻ US സഹായിക്കുമെന്ന് ട്രംപ് അറിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ലെബനൻ എന്ന് പറയുന്നത് പശ്ചിമേഷ്യയിൽ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു യുദ്ധമുഖമാണ്. എന്തായാലും ഇപ്പോൾ ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യം 3 ആഴ്ച കൂടി ഈ വെടിനിർത്തൽ കാലയളവ് നീട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. നേരത്തെയുള്ള ധാരണ പ്രകാരം ഈ വെടിനിർത്തൽ അവസാനിക്കാനിരുന്നത് ഞായറാഴ്ചയായിരുന്നു. 10 ദിവസത്തെ വെടിനിർത്തലായിരുന്നു അപ്പോഴുണ്ടായിരുന്നത്. എന്നാൽ ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷവും ഹിസ്ബുള്ള വഴങ്ങാൻ പൂർണ്ണമായിട്ട് തയ്യാറായിരുന്നില്ല. ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ നിരന്തരമായിട്ട് സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഈ വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷവും ഇസ്രായേലിന്റെ ഭാഗമായിട്ടുള്ള ചില ബോംബിങ്ങുകൾ, ആക്രമണങ്ങൾ എല്ലാം തെക്കൻ ലെബനനിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കാരണം തന്നെയാണ് ഹിസ്ബുള്ള കൂടുതൽ പ്രകോപിതരായതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ട്രംപ് തന്നെ ഇസ്രായേലിനോട് അവിടെയുള്ള ബോംബിംഗ് അവസാനിപ്പിക്കണമെന്ന് കുറച്ചുകൂടി കടുത്ത ഭാഷയിൽ ആവശ്യപ്പെട്ടതൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. തീർച്ചയായിട്ടും ഇസ്രായേലിന്റെ ഈ പ്രകോപനങ്ങൾ കാരണം ഹിസ്ബുള്ള കൂടുതലായിട്ട് ഈ യുദ്ധത്തിലേക്ക് ഇറങ്ങുകയും ഇസ്രായേലിന് നേരെ തിരിച്ചാക്രമണങ്ങൾ നടത്തുകയും ചെയ്തു. അങ്ങനെയാണ് ഈ വെടിനിർത്തൽ പരാജയപ്പെടുകയും മേഖലയിൽ പിന്നീട് സംഘർഷം തുടരുകയും ചെയ്തത്. ഇന്നലെയായിരുന്നു ഏറ്റവും രക്തരൂക്ഷിതമായിട്ടുള്ള ഒരു സംഘർഷ മേഖലയിൽ നടന്നത്. 5 പേർ കൊല്ലപ്പെട്ടു. അതിലൊരു മാധ്യമപ്രവർത്തകയുണ്ടായിരുന്നു. അമാൽ ഖലീൽ എന്ന് പറയുന്ന ഒരു മാധ്യമപ്രവർത്തകയാണ് കൊല്ലപ്പെട്ടത്. അൽ അഖ്ബാർ എന്ന് പറയുന്ന പത്രത്തിന്റെ പ്രതിനിധിയായിരുന്നു. ഒരു ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറിന് പരിക്കേറ്റിട്ടുണ്ട്. എന്തായാലും ഈ സംഘർഷങ്ങൾക്ക് ഇപ്പോൾ അറുതി വരുമോ എന്നറിയില്ല. എന്തായാലും 3 ആഴ്ച കൂടി ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. ഇറാന്റെയും ഇസ്രായേലിന്റെയും അംബാസഡർമാർ ഇന്നലെ വൈറ്റ് ഹൗസിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും JD വാൻസിന്റെയും മാർക്കോ റൂബിയോയുടെയും മധ്യസ്ഥതയിലാണ് ഈ ചർച്ചകൾ നടന്നിട്ടുള്ളത്. എന്തായാലും ട്രംപ് ഇപ്പോൾ ലെബനന് മറ്റൊരു ഉറപ്പ് കൂടി നൽകുന്നുണ്ട്. അതായത് ഈ ഹിസ്ബുള്ളയുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന പ്രശ്നങ്ങൾ ഇത് പരിഹരിക്കാൻ ട്രംപും ഇപ്പോൾ നിലവിൽ ഈ ലെബനെ സഹായിക്കാം എന്നുള്ളൊരു ഉറപ്പാണ് നിലവിൽ ഡൊണാൾഡ് ട്രംപ് നൽകുന്നത്. എന്നാൽ ഇതിന് സേനയെ വിന്യസിച്ച് നൽകുമോ അല്ലെങ്കിൽ എന്തെങ്കിലും എയർ സപ്പോർട്ട് നൽകുമോ, അത്തരത്തിൽ എന്ത് കാര്യമാണ് നടക്കാൻ പോകുന്നതെന്ന് അദ്ദേഹം വിശദീകരിച്ചിട്ടില്ല. ഇപ്പോൾ ഈ വെടിനിർത്തൽ 3 ആഴ്ചത്തേക്ക് കൂടി നീട്ടിയെന്ന് ഇപ്പോൾ പറയുമ്പോഴും ഇപ്പോഴും മേഖലയിൽ സംഘർഷങ്ങൾ പുരോഗമിക്കുകയാണ്. ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള ഇപ്പോൾ കൂടുതൽ മിസൈൽ ആക്രമണങ്ങൾ ഉൾപ്പെടെ നടത്തിയതായിട്ട് അവിടെ നിന്നുള്ള പ്രതിരോധ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് വരുന്നുണ്ട്. ഈ ചർച്ചയുടെ ഭാഗത്ത് ഇസ്രായേലിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുത്ത അംബാസഡർ ആണെങ്കിലും പറയുന്നത് ഈ വെടിനിർത്തൽ 3 ആഴ്ചത്തേക്ക് കൂടി നീട്ടിയെങ്കിലും ഈ വെടിനിർത്തൽ 100% പൂർണ്ണമാകും എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ലെബനീസ് സർക്കാരിന്റെ നിയന്ത്രണത്തിലല്ല അവിടുത്തെ ഹിസ്ബുള്ള ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഹിസ്ബുള്ള ഗ്രൂപ്പിന് മേൽ ലെബനൻ സർക്കാരിന് യാതൊരുവിധ കൺട്രോളുമില്ല. അപ്പോൾ ഈ ഹിസ്ബുള്ള ഗ്രൂപ്പ് ആക്രമണം നടത്തുമ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് തീർച്ചയായിട്ടും തിരിച്ചടികൾ ഉണ്ടാകും. അപ്പോൾ ഇതിന് മറ്റ് പ്രശ്നങ്ങൾ വിചാരിക്കേണ്ടതില്ല എന്നൊക്കെയാണ് ഇപ്പോൾ നിലവിൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള പരാമർശം വരുന്നത്. എന്തായാലും ലെബനൻ സർക്കാർ ഈ വിഷയത്തിൽ ഒരു പൂർണ്ണമായിട്ടുള്ള വെടിനിർത്തലിന് തന്നെ സമ്മതിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഹിസ്ബുള്ളയെ അനുനയിപ്പിക്കാൻ സാധിക്കുമോ എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. ശരി, അജയ് സുധാ ബിജു ആണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.